2 രാജാക്കന്മാർ 5:20. ഞാൻ അവൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങും എന്ന് പറഞ്ഞു. ഗേഹസി എലീശായുടെ ബാല്യക്കാരനായിരുന്നു. എലീശയുടെ കൂടെ നടന്ന് എലീശയിലെ ദൈവകൃപയും ദൈവാത്മാവിൻ്റെ നിറവുമൊക്കെ കണ്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തി. എങ്കിലും തെറ്റിപ്പോകുവാനിടയായി തീർന്നു. ദ്രവ്യാഗ്രഹം അദ്ദേഹത്തെ ഒരു ശാപത്തിലേക്ക് നയിക്കുവാനിടയായി തീർന്നു. തലമുറകൾ നിലനിൽക്കുന്ന ഒരു ശാപം. നയമാൻ എന്ന അരാം രാജാവിൻ്റെ സേനാപതി വലിയ പരാക്രമശാലിയായിരുന്നു. നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ഇസ്രയേൽ ദേശത്തു നിന്ന് പിടിച്ചുകൊണ്ടുപോയ ഒരു ചെറിയ പെൺകുട്ടി നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ എലീശ പ്രവാചകനെക്കുറിച്ച് തൻ്റെ യജമാനത്തിയോട് പറയുകയും ഇസ്രയേലിൻ്റെ ദൈവം സൗഖ്യമാക്കുമെന്നും പറയുവാനിടയായി. പിടിച്ചുകൊണ്ടുപോയി അടിമവേല ചെയ്യുകയായിരുന്നുവെങ്കിലും തൻ്റെ ദൈവത്തെ മറക്കാത്ത, പ്രവാചകനെ മറക്കാത്ത, ആ ദൈവത്തെപ്പറ്റി മറ്റുള്ളവരോട് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി. നമുക്കും ഇത് ഒരു നല്ല പാഠമാണ്. എവിടെയാണെങ്കിലും യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ ഒരവസരം കിട്ടിയാൽ പറയുവാൻ സാധിക്കണം. ഈ ക്രിസ്തേശു രക്ഷകനാണെന്ന് പറയുവാൻ സാധിക്കണം. എലീശയുടെ അടുക്കൽ ചെല്ലുകയും എലീശ നയമാനോട് യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങുവാൻ ആവശ്യപ്പെടുകയും അപ്രകാരം ചെയ്തപ്പോൾ കുഷ്ഠം മാറി അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു ചെറിയ ബാലൻ്റെ ദേഹം പോലെ ആയിത്തീരുവാനും ഇടയായി തീർന്നു. എലീശയ്ക്ക് പ്രതിഫലമായി ഗിഫ്റ്റ് കൊടുക്കുവാൻ വന്നപ്പോൾ എലീശ അത് നിരസിച്ചു. എന്നാൽ ഗേഹസി അവൻ്റെ പിന്നാലെ ചെന്ന് അത് വാങ്ങുവാനിടയായി. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ എന്ന് 1 തിമോഥെയോസ് 6:10 നാം വായിക്കുന്നു. എലീശ ആത്മാവിലത് തിരിച്ചറിഞ്ഞ് ഗേഹസിയെ ശപിച്ചു. അവൻ കുഷ്ഠം ബാധിച്ചവനായി മാറി. തലമുറയായി അത് നിന്നു. ദൈവശുശ്രൂഷയിലൂടെ സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് ശ്രമിക്കുന്ന വ്യക്തികളുടെ ഉത്തമ ഉദാഹരണമാണ് ഗേഹസി. ഗേഹസി ഒരു ധനമോഹിയായിരുന്നു. ഒരു ദൈവപുരുഷൻ ഇതിൽ നിന്ന് ഓടി മറയണമെന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. അത്യാഗ്രഹവും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമവും തങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലും തങ്ങളിൽ ഉണ്ടാകാതെ ദൈവശുശ്രൂഷകന്മാരും വിശ്വാസികളും സൂക്ഷിക്കണം എന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും. ദൈവം തരുന്നത് എന്തായാലും എത്ര തന്നെയായാലും അത് മതി എന്ന് നമുക്ക് ചിന്തിക്കാം. അതിൽ നമുക്ക് സംതൃപ്തരാകാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ ഹിതത്തിന് വിപരീതമായി ഒന്നും ആഗ്രഹിക്കുവാൻ, നേടുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.